കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ഞായറാഴ്ച കർത്താവിന്റെ സന്നിധാനത്തിൽ അല്പനിമിഷമായിരിക്കുന്നതിന് ദൈവം തന്ന മനോഹര സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വിഷയത്തിലേക്ക് വരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതുല്യനായ ക്രിസ്തു എന്ന വിഷയമാണ്, അല്ലെങ്കിൽ നിസ്തുല്യനായ ക്രിസ്തു. അത് നമ്മൾ പഠിക്കാൻ കാരണം ക്രിസ്തു മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്ന വിഷയം. ആ വിഷയം പഠിക്കുമ്പോഴാണ് കർത്താവിനെ കുറിച്ച് പഠിക്കുന്നത്. ഏതൊരു മാർഗവും ശ്രേഷ്ഠ മാർഗമാണോ എന്ന് നിശ്ചയിക്കുവാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. എല്ലാവരും അവകാശപ്പെടുന്നത് നമ്മുടെ മാർഗം ശ്രേഷ്ഠം എന്നാണ്. നമ്മൾ അങ്ങനെ വെറുതെ അവകാശവാദം ഉന്നയിക്കുകയല്ല, അങ്ങനെയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയാണ് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ അതിശ്രേഷ്ഠനായ കർത്താവിനെ കുറിച്ച് നമ്മൾ 1-2 ക്ലാസ്സുകൾ എടുത്തു. നമ്മുടെ മാർഗം അതിശ്രേഷ്ഠമാണ് എന്നുള്ള ഇതിന്റെ തെളിവ് അതിശ്രേഷ്ഠനായ കർത്താവിനാൽ സ്ഥാപിതമായി എന്നുള്ളതാണ്. അപ്പൊ അതിലെ രണ്ടാമത്തെ സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് അതിശ്രേഷ്ഠ പ്രമാണം. നമ്മുടെ വിശ്വാസമാർഗം ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം ഇത് അതിശ്രേഷ്ഠനായ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായി. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പ്രമാണം അതിശ്രേഷ്ഠമാണ്. എല്ലാ ചിന്താധാരകളും അവകാശപ്പെടും അവരുടെ പ്രമാണം ശ്രേഷ്ഠമാണ് എന്ന്. നമ്മൾ അങ്ങനെ കേവലം അവകാശപ്പെടുകയല്ല, നമ്മുടെ തിരുവചനത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട്, മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ 1-2 ക്ലാസ്സുകളിൽ നമ്മുടെ തിരുവചനത്തെ കുറിച്ച്, ബൈബിളിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് അമാനുഷികമാണോ? അനേക നിരീശ്വരവാദികൾ, യുക്തിവാദികൾ ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് ഇത് പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് അതിനെ അതിജീവിക്കുന്നു? ഇത് ദൈവികമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അമാനുഷികമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം അമാനുഷികമാണ്. എഴുതിയത് മനുഷ്യരാണ്, എന്നാൽ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. എഴുതാൻ വേണ്ടി വ്യക്തികളെ ദൈവം ഉപയോഗിച്ചതാണ്. ശരിക്കുള്ള എഴുത്തുകാരൻ കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവം തമ്പുരാനാണ്. ഇതിന്റെ ആശയങ്ങളാണ് ദൈവം അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിച്ചതിൽ, ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അക്ഷരത്തെറ്റുകളോ വാക്കുകളോ സ്ഥലനാമങ്ങളോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലല്ലായിരിക്കാം. എങ്കിലും ഇതിന്റെ ആശയത്തിലെ ഒരു വൈരുദ്ധ്യമോ ഒരു തെറ്റോ ഇല്ല. ഇതാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. എന്താണ് ഈ അതിശ്രേഷ്ഠമായ മാർഗം? നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിശ്രേഷ്ഠ പ്രമാണം എന്ന ഹെഡിങ്ങിൽ നമ്മൾ പഠനം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളും എല്ലാ ചിന്താധാരകൾക്കും അവരുടേതായ പുണ്യഗ്രന്ഥങ്ങൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചേ പുണ്യഗ്രന്ഥങ്ങളുടെ പേര് കേട്ടോ. അതിനെ വിശദമായി മറ്റു ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ക്രിസ്തുമാർഗത്തിന്റെ ഗ്രന്ഥത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ കൊടുത്ത പേരാണ് ബൈബിൾ എന്നുള്ളത്. അതെങ്ങനെ വന്നു എന്താന്നൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും. അതൊന്നും നമ്മൾ ആഴത്തിലേക്ക് പഠിക്കുന്നില്ല. ഇസ്ലാമിക ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുറാൻ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. ഇംഗ്ലീഷിലാണെങ്കിൽ QURAN, ഖുറാൻ. ഇസ്ലാമിക ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുറാൻ. അതിന് 114 അധ്യായങ്ങളാണുള്ളത്. 114 അധ്യായങ്ങളുണ്ട് ഖുറാൻ. അധ്യായങ്ങൾക്ക് പറയുന്ന പേര് സൂറ എന്നാണ്. സൂറ, 114 സൂറ. വാക്യങ്ങൾക്ക് അവർ പറയുന്ന പേര് ആയത്ത് എന്നാണ്. ആയത്ത്. മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിന് ഖുറാൻ എന്നും പിന്നെ യഹൂദന്മാരുടെ പുണ്യഗ്രന്ഥത്തിന് പറയുന്ന പേര് തനാഖ് എന്നാണ്. തനാഖ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. തനാഖിൽ 24 പുസ്തകങ്ങളാണുള്ളത്.
നമ്മുടെ ഇതുപോലെ 66 പുസ്തകങ്ങളല്ല, 24 പുസ്തകങ്ങളാണ് തനാക്കിൽ ഉള്ളത്. അതിൽ തോറ 5 ഗ്രന്ഥങ്ങൾ, തോറയ്ക്ക് 5 ഗ്രന്ഥങ്ങൾ. അത് നമ്മുടെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന ഗ്രന്ഥങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ തന്നെ. തോറ 5 ഗ്രന്ഥങ്ങള്, നെവീം എന്ന് പറയുന്ന 8 പുസ്തകങ്ങൾ. നെവീം എന്ന് പറഞ്ഞാല് പ്രവാചക പുസ്തകങ്ങൾ 8 എണ്ണം. പിന്നെ കെത്തുവീം എന്ന് പറയുന്ന 11 പുസ്തകങ്ങൾ. നമ്മൾ സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള 11 പുസ്തകങ്ങൾ. കെത്തുബീം. ഇപ്പൊ തോറ 5, നെവീം 8, കെത്തുവീം 11. അങ്ങനെയാണ് യഹൂദന്മാരുടെ ഗ്രന്ഥത്തില് 24 പുസ്തകങ്ങളുള്ളത്. തോറ, നെവീം, കെത്തുബീം. ഇനി ആ 3 വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് എടുത്ത്. തോറയുടെ ടീയും നെവീമിന്റെ എന്നും കെത്തുബീവിന്റെ കെയും കൂടെ ചേരുന്നതാണ് തനാക്ക്. അതിലെ ചില്ലക്ഷരങ്ങൾ ഒഴിവാക്കി എഴുതുക. അപ്പൊ TNK, അത് TNK, അതാണ് തനാക്ക് എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. അതിന്റെ ഒന്നും വിശദാംശങ്ങൾ പഠിക്കേണ്ട, പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. അങ്ങനെ ഹൈന്ദവ ഗ്രന്ഥത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് കേട്ടോ. ഹൈന്ദവ ഗ്രന്ഥത്തിന്റെ പുണ്യഗ്രന്ഥം ഇന്നതാണെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. അവർക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പ്രധാനമായും വേദങ്ങളാണ്. ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങൾ. അതൊന്നും നമ്മൾ ഇപ്പൊ പഠിക്കുന്നില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോ നമ്മൾക്ക് ദൈവം തമ്പുരാൻ തന്ന തിരുവചനത്തിന്റെ പ്രാധാന്യം ആണ് നമ്മുടെ പഠന വിഷയം. അപ്പൊ അതിലെ ഒന്നാമത്തെ പോയിന്റ് മനുഷ്യവർഗത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ആണ് ബൈബിൾ. രക്ഷാപദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ബൈബിളിൽ നിന്ന് എഴുതുക. രക്ഷാപദ്ധതിയുടെ ബ്ലൂ പ്രിന്റ്, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച പദ്ധതിയെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളുടെ ചുരുക്കം. ആ ഉൽപ്പത്തിയിൽ തുടങ്ങുന്നുണ്ട് ആ വീണ്ടെടുപ്പിന്റെ ചരിത്രം അവിടെ ആരംഭിക്കുക. നമുക്കറിയാലോ, പാമ്പ് കുതികാൽ തകർക്കുമെന്നും പിശാചിന്റെ തല സ്ത്രീയുടെ സന്തതി ചവിട്ടുമെന്നൊക്കെ പറയുന്നത് എല്ലാം വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നതാണ്. അതങ്ങ് വെളിപ്പാട് വരെ. അപ്പൊ മനുഷ്യവർഗത്തിന്റെ രക്ഷാപദ്ധതിയുടെ ബ്ലൂ പ്രിന്റാണ്. നമുക്കറിയാം, ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ രൂപം ബ്ലൂ പ്രിന്റായി നമുക്ക് കിട്ടുന്നു. നമ്മൾ പ്ലാൻ എന്നും പദ്ധതി എന്നൊക്കെ പറയുന്ന അതേപോലെ നമ്മുടെ രക്ഷാപദ്ധതിയുടെ ഒരു ബ്ലൂ പ്രിന്റാണ് ഭരണഘടന, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയാണ് ബൈബിൾ. ഇനി അവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുണ്ട്. എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അറിയാമോ? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയാമോ? നമ്മുടെ എല്ലാ നിയമങ്ങളും ഭരണഘടനയുടെ കീഴിലാണ്. എൻ്റെ പ്രിയ സഹോദരന്മാർ പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ലോ പഠിക്കാത്തവരാണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയമങ്ങൾ എന്നാണ്. നിയമങ്ങൾ, അതെ, എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഭരണഘടന എന്നാൽ, ഞാൻ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് കേട്ടോ. ഭരണഘടന എന്നാൽ ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന പ്രമാണമാണ് ഭരണഘടന. എന്താ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്ന് നിശ്ചയിക്കുന്ന പ്രമാണമാണ് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. അങ്ങനെയെങ്കിൽ നമ്മുടെ ബൈബിളിനെ ഞാൻ സാധാരണ പഠിപ്പിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ബൈബിൾ എന്തായിരിക്കും എന്ന ചോദ്യത്തിന് എന്താ മറുപടി? നമ്മുടെ കുഞ്ഞുങ്ങള് സൺഡേ സ്കൂളിന് നമ്മോട് ചോദിക്കുകയാണ്, സ്കൂളിൽ 5ലും 6ലും 8ലും 10ലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കള്, എന്താ അമ്മേ ഈ ബൈബിൾ എന്ന് ചോദിച്ചാൽ ഒരു സെക്കുലർ കാഴ്ചപ്പാടിൽ എങ്ങനെ
എന്താണ് തിരുവചനം, ഇത് ദൈവത്തിന്റെ വചനമാ മകളെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതെന്താണ് എന്ന ചോദ്യത്തിന് ഒരു അക്രൈസ്തവൻ എന്താണ് ബൈബിൾ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് ഒറ്റ വാക്കിലുള്ള നിങ്ങളുടെ മറുപടി? നമ്മളെല്ലാരും പറയും ഇത് ദൈവത്തിന്റെ വചനം, അതാണല്ലോ നമ്മുടെ മറുപടി. അവർക്ക് അതുകൊണ്ട് തൃപ്തിയാകത്തില്ല. അതുകൊണ്ട് ഒരു സെക്യുലർ ആംഗിളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടിയാണ് പറഞ്ഞത്, ഇത് വിശ്വാസിയുടെ ഭരണഘടനയാണ്. ബൈബിൾ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ ഭരണഘടനയാണ് ബൈബിൾ. ഒരു രാജ്യം അങ്ങനെ ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന പ്രമാണമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്കിൽ ബൈബിൾ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഞാൻ ഫാമിലി സെമിനാറുകളിലും ബൈബിൾ ക്ലാസ്സുകളിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. സഹോദരന്മാർക്ക് മൈക്ക് ഓൺ ആക്കി പറയാം. ഇതിന്റെ ഈ പെർസ്പെക്റ്റീവില് എന്താണ് തിരുവചനം എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഭരണഘടന എന്ന് പറഞ്ഞാൽ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കണം? എനിമോർ ആൻസർ? ഇത്രയേ ഉള്ളൂ. ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്ന പ്രമാണം, അതാണ് ബൈബിൾ. മനസ്സിലായോ? രക്ഷാകര പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ആണെന്ന് പറഞ്ഞു. അത് അക്രൈസ്തവനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്ന പ്രമാണമാണ് ബൈബിൾ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ്, അതിന്റെ വിശദീകരണം കേട്ടോ. ഇനി രണ്ട്, അത് 1ഉം 2ഉം ഒക്കെ റോമൻ നമ്പറിൽ എഴുതിക്കോ കേട്ടോ. 1 റോമൻ നമ്പർ എഴുതി, അതായത് മനുഷ്യവർഗത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ്. ഇനി 2 റോമൻ നമ്പർ 2, സ്നേഹമൂർത്തിയായ യേശുക്രിസ്തുവിനെയും അധർമ്മമൂർത്തിയായ പിശാചിനെയും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുന്ന പ്രമാണമാണ് അല്ലെങ്കിൽ ഗ്രന്ഥമാണ്. സ്നേഹമൂർത്തിയായ യേശുക്രിസ്തുവിനെയും അധർമ്മത്തിന്റെ മൂർത്തിയായ പിശാചിനെയും വേർതിരിച്ചു പഠിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പം സ്നേഹമൂർത്തി കർത്താവ് അല്ലെങ്കിൽ യേശുക്രിസ്തു സ്നേഹത്തിന്റെ മൂർത്തി, പിശാചോ അധർമ്മത്തിന്റെ മൂർത്തി. ചുരുക്കി എഴുതിയാൽ മതി അതൊക്കെ കേട്ടോ. ഇതെല്ലാം ഓരോ പ്രസംഗ വിഷയമാണ്. നിങ്ങൾക്ക് സൺഡേ സ്കൂളിലും അല്ലാതെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാം സ്വന്തമായി. ഞാൻ അതിന്റെ ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. നമുക്കറിയാം മൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, കേട്ട് കാണും. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്കറിയാം മൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. അവര് ദൈവങ്ങൾക്ക് മൂർത്തി രൂപം കൊടുക്കും, രൂപം കൊടുത്തിട്ട് ആരാധിക്കും. നമ്മൾ തെറ്റോ ശരിയൊന്നൊന്നും ഈ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ കർത്താവ് ആരാണ് യേശുക്രിസ്തു എന്ന ചോദ്യത്തിന് മറുപടി സ്നേഹത്തിന്റെ രൂപമാണ്. സ്നേഹം രൂപം ധരിച്ചാൽ സ്നേഹം അമൂർത്തമാണ്. ദേഷ്യം, കോപം, വെറുപ്പ് ഇതെല്ലാം അമൂർത്തമാണ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. എന്നാൽ സ്നേഹത്തിനൊരു രൂപം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. അതാണ് സ്നേഹത്തിന്റെ മൂർത്തി എന്ന് പറയുന്നത്. മൂർത്തി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്, തൊടാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ് മൂർത്തി, ദൃശ്യമായത്. അപ്പൊ സ്നേഹം ദൃശ്യമായി വന്നതാണ്. ആ സ്നേഹം ദൃശ്യമായി വന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. നമ്മൾക്ക് ഈ ഗ്രന്ഥം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ യേശുവിനെ കുറിച്ച് അറിയും? നമുക്കറിയാം, നമ്മുടെ പഴയ തലമുറകളോട് ചോദിച്ചാൽ അറിയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലും ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല. പള്ളികളിൽ കുർബാന മധ്യേ അച്ഛന് ഇത് വായിക്കുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അന്നൊന്നും എൻ്റെ ഒന്നും വീടുകളിൽ ബൈബിളില്ല. ഞാൻ ആദ്യമായിട്ട് ബൈബിൾ കാണുന്നതന്നെ ബൈബിൾ കോളേജിൽ ചെന്നിട്ടാണ്. ഓക്കെ, അപ്പോ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പാരമ്പര്യമായി പറഞ്ഞു വന്ന അറിവേ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബൈബിൾ വായിച്ചിട്ടല്ല, ബൈബിൾ നമ്മുടെ കൈകളിൽ ലഭ്യമായിരുന്നില്ല. ഇന്ന് നമുക്കത് പഠിക്കാൻ അവസരമുണ്ട്. വലിയൊരു ഭാഗ്യം ദൈവം തന്നു.
നമ്മുടെ ഭാഷയിൽ അത് നമുക്ക് ലഭ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം സ്നേഹമൂർത്തിയായ കർത്താവിനെ കുറിച്ചുള്ള പഠനമുണ്ട്, അധർമ്മമൂർത്തിയായ പിശാചിനെ കുറിച്ചുള്ള പഠനവുമുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താ? മനുഷ്യവർഗത്തിന് ദൈവം തന്ന ഏറ്റവും വലിയ സംഭാവന എന്താന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവാണ്. കർത്താവിനേക്കാൾ വലിയൊരു സംഭാവന എന്താ ഈ ലോകത്തിലുള്ളത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ കർത്താവിനെ കണ്ടെത്തിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. നമുക്ക് ജോലി കിട്ടിയതാണെന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ, ഇതാണ് എൻ്റെ ഭാഗ്യം, എൻ്റെ മകനെ കിട്ടിയത്, എൻ്റെ മകളെ കിട്ടിയത്, എൻ്റെ ജീവിത പങ്കാളി, ഇതെല്ലാം ഭാഗ്യം തന്നെ, യാതൊരു സംശയവുമില്ല. ഏറ്റവും ഉത്തമമായ ജീവിത പങ്കാളിയെ കിട്ടിയത് ലോകത്തിലെ വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം വലിയ ഭാഗ്യമാണ്. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, ജോലി എല്ലാം ഭാഗ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടിയത് ഭാഗ്യമാണ്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞത്, നമ്മുടെ കർത്താവിനെ ജീവന്റെ നായകനായി, രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതാണ് മഹാഭാഗ്യം. അതിനപ്പുറം ഒരു ഭാഗ്യമില്ല. ഇതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ, പ്രപഞ്ചത്തിന് നൽകിയ ഏറ്റവും വലിയ, പ്രപഞ്ചത്തിലെ ചെറിയൊരു ഗോളം മാത്രമാണ് ഭൂമി. ഓക്കെ, അപ്പം രണ്ടാമത്തെ പോയിന്റ് അതാണ്. ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന സ്നേഹമൂർത്തിയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൽ നിന്നാണ് നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുന്നത്. കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ ക്ഷമ, കർത്താവിന്റെ പാപരാഹിത്യം, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ബൈബിളിൽ നിന്നാണ്. 3, റോമൻ നമ്പർ 3 കേട്ടോ. ഇതിന്റെ ഒന്നും വിശദീകരണങ്ങളില്ല, ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ. ബൈബിൾ മനുഷ്യന് ആന്തരിക സൗഖ്യം നൽകുന്നു. ആന്തരിക സൗഖ്യം. ബൈബിൾ മനുഷ്യന് ആന്തരിക സൗഖ്യം നൽകുന്നു. മനുഷ്യന്റെ 2 ഭാവങ്ങളുണ്ട്, നമുക്ക് എല്ലാവരും അറിയാമല്ലോ. നമുക്കൊരു പുറം ലോകമുണ്ട്, ഒരു പുറം ശരീരമുണ്ട്, അല്ലെങ്കിൽ പുറത്തെ മനുഷ്യനുമുണ്ട്, അകത്തെ മനുഷ്യനുമുണ്ട്. അകത്തെ മനുഷ്യൻ നമ്മുടെ മരണത്തോടുകൂടി അതങ്ങ് നീക്കപ്പെടുന്നു. നമുക്ക് അകത്തെ മനുഷ്യനില്ല എന്ന് വിചാരിക്കുക, പിന്നെ നമ്മൾ വെറും ഡെഡ് ബോഡിയാ. മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം എന്നാ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സുകൾക്ക് ഒരു തണല് നൽകുന്ന, മനുഷ്യന് ഒരു ആശ്വാസം നൽകുന്ന, എന്തിനാ ഒറ്റ വാക്കി പറഞ്ഞ ആന്തരികമായ സൗഖ്യം. എന്നും നമ്മളെ മുറിപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമേ ലോകത്തിലുള്ളൂ, അത് നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന മുറിവാണ്, മനസ്സിനുണ്ടാകുന്ന മുറിവാണ്. വേറെ ഒന്നും നമ്മളെ നിരന്തരം വേട്ടയാടത്തില്ല. നമുക്കറിയാം, ഒരു ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നാൽ അത് തന്നെ നമുക്ക് 40, 50, 60 ഒക്കെ വയസ്സാകുമ്പോൾ രോഗം വരുന്നു. അത് കുറച്ചു കാലം നമ്മളെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൈയൊടിയുന്നു, കാലൊടിയുന്നു, കുറച്ചു കാലം വേദനിപ്പിക്കുന്നു. അതുപോലല്ല മനസ്സിന്റെ മുറിവ് എന്ന് പറയുന്നത്. അത് ഉണങ്ങിയില്ല എങ്കിൽ അവസാനം വരെ നിലനിൽക്കും. മനസ്സിന്റെ മുറിവ് ഉണക്കുവാൻ പറ്റുന്ന ഏക ഗ്രന്ഥം ബൈബിളാ. എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ എല്ലാം ഒന്നുമില്ല, ഓടിച്ചു വായിക്കുകയും അതിന്റെ സംഗ്രമം, അതിന്റെ ചുരുക്കം പഠിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ പറയട്ടെ, നമ്മുടെ ഈ തിരുവചനം മാത്രമാണ് മനസ്സിന്റെ മുറിവ് ഉണക്കാൻ പറ്റുന്ന ഏക ഗ്രന്ഥം. അതാ ഞാൻ പറഞ്ഞത്, ആന്തരിക സൗഖ്യം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ. എന്തിനാ അമ്മയെ ബൈബിൾ പഠിക്കുന്നത്, എന്തിനാ ബൈബിൾ വായിക്കുന്നതെന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിക്കും. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ മക്കള് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ യുവതലമുറ ബൈബിൾ വായിക്കാറില്ല. സങ്കടകരം. സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കുന്ന ഭാഗം അല്ലാതെ പഠിക്കാൻ വേണ്ടി യുവതലമുറ ബൈബിൾ വായിക്കുന്നില്ല. ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എപ്പോ പറഞ്ഞു കൊടുക്കണം? LKG പ്രായം മുതലേ പറഞ്ഞു കൊടുക്കണം. ആന്തരിക സൗഖ്യം നൽകുന്ന വേറെ ഒരു ഗ്രന്ഥവും ഇല്ല. നമുക്കറിയാം, ഹിറ്റ്ലർ പുസ്തകം എഴുതി. ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലർ, അദ്ദേഹം ഒരു
നാസി പാർട്ടി ഉണ്ടാക്കി. നാസി പാർട്ടി, നാസിസം എന്നതിന് പറയാം. നാസി പാർട്ടി ഉണ്ടാക്കി മനുഷ്യൻ തങ്ങൾ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും സുപ്രീം, മറ്റുള്ളവരെല്ലാം നശിപ്പിക്കപ്പെടേണ്ടതാണ്. ആ ഗ്രന്ഥം വായിച്ച മനസ്സിന് സൗഖ്യം വരുമോ? മുസോളിനി ഫാസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. ഫാസിസം കേട്ടുകയാണ്, ഇറ്റലിയിലെ മുസോളിനി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളോ അദ്ദേഹത്തിന്റെ ആശയങ്ങളോ വായിച്ചാൽ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുമോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. കാറൽ മാർക്സും ഏംഗൽസും ചേർന്ന് എഴുതിയതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ചെറിയൊരു പുസ്തകമാണ്. അത് വായിച്ചാൽ മനസ്സിന്റെ മുറിവുണങ്ങുമോ? എന്നാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംശയം ചോദിക്കുന്ന, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം എടുത്തു വെച്ച് ഒന്ന് വായിക്കാൻ പറയുക, നിർത്തി ഒന്ന് വായിക്കാൻ പറയുക. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒക്കെ അധ്യായങ്ങളൊന്ന് നിർത്തി വായിക്കാൻ പറയുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്നുള്ള പ്രപഞ്ച സൃഷ്ടാവിന്റെ ആ വാക്ക് ഏത് മാനസിക മുറിവ് ഉണക്കും. അതാ പറഞ്ഞ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യന് ആന്തരിക സൗഖ്യം നൽകുന്ന ഏക പ്ലാനാണ് ഭൂമിയിലെ. 4ാമത്തെ പോയിന്റ്, 4, റോമൻ നമ്പർ 4. ബൈബിൾ എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാടാണ്. ദൈവിക വെളിപ്പാടാണ് എന്ന് പറഞ്ഞാൽ ദൈവ ശ്വാസീയമാണ്. ദൈവം ഉച്ഛസിച്ചതാണ്, ദൈവം പുറത്തേക്ക് വിട്ടതാണ്. 2 തിമോഥെയോസ് 3:16. ഇപ്പൊ അടുത്ത് വായിക്കണ്ട, തുടർന്ന് വരുന്ന ചില വാക്യങ്ങൾ മാത്രം നമുക്ക് വായിച്ചാൽ മതി. 2 തിമോഥെയോസ് 3:16, 2 പത്രോസ് 1:21. ഇതെല്ലാം ദൈവിക വെളിപ്പാടിനെ കുറിച്ച് പറയുന്നതാണ്. 2 പത്രോസ് 1:21. അപ്പൊ റോമൻ നമ്പർ 4ന്റെ വിശദീകരണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ബൈബിൾ ഒരു ദൈവിക വെളിപ്പാടാണെന്നുള്ളതിന്റെ, അത് റോമൻ നമ്പർ 4ആണ്. ഇനി അതിന്റെ 1 നമ്മൾ 1, 2, 3 എന്ന് എഴുതുമല്ലോ. 1, 2, 3 എന്ന് അതിന്റെ വിശദീകരണം പഠിക്കാൻ പോവുക. കാരണം എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവരും അവകാശപ്പെടും ഞങ്ങളുടേത് ദൈവികമാണ്, ഇത് ദൈവം ഇറക്കി തന്നതാണ്, മനുഷ്യർ എഴുതിയതിനേ ഉള്ളൂ, ദൈവം ഇറക്കിയതാണെന്ന് എല്ലാവരും അവകാശപ്പെടുന്നു. അപ്പൊ അവകാശപ്പെടണമെങ്കിൽ തെളിവ് വേണമല്ലോ. 1, എന്തിന്റെ തെളിവ്? ഇത് അമാനുഷികമാണ്, ഇത് ദൈവികമാണ്, ദൈവിക വെളിപ്പാടാണ് എന്നുള്ളതിന് പുറത്തുള്ളവരും ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തെളിവ്. പുറത്തുള്ളവരോട് മാത്രമല്ല, നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നേ? പുറത്തുള്ളവരോട് പറയാൻ മാത്രമല്ല, നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം. ഇത് ചുമ്മാ തട്ടിക്കൂട്ടിയതാണെന്ന് അവര് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കേൾക്കും. സോഷ്യൽ മീഡിയയിലെ നിരീശ്വരവാദികൾ, യുക്തിവാദികളുടെ പ്രസംഗങ്ങളും പഠിപ്പീരും ഒക്കെ വല്ലപ്പോഴെങ്കിലും ഞാനും ശ്രദ്ധിക്കാറുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് പറയണമല്ലോ. അപ്പൊ അവർ പറയും ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ ഒരു പ്രയോഗമാണ് യുക്തിവാദി, നിരീശ്വരവാദി. തട്ടിക്കൂട്ടി, അതായത് പിന്നീട് ഉണ്ടാക്കിയതാണ്. ഇത് ഒരിക്കലും വായിക്കാതെയാണ് അവരിത് പറയുന്നത്. അപ്പൊ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണോ? ഇതിലെന്തെങ്കിലും അമാനുഷികതയുണ്ടോ? മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇതിന്റെ അത്ഭുതകരമായ ഈ കാര്യം കാണിച്ചു കൊടുക്കാൻ നമുക്ക് ശേഷിയുണ്ടോ? അതിനുവേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. 1, അമാനുഷികമായ യോജിപ്പ്. ഏത്? ഈ 66 പുസ്തകങ്ങളും തമ്മിൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ തമ്മിൽ അമാനുഷികമായ യോജിപ്പാണ്. എഴുതിയല്ലോ, അമാനുഷികമായ യോജിപ്പ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ ഏതെങ്കിലും പുസ്തകം, വേറെ ഏതെങ്കിലും ഗ്രന്ഥം 1600 കൊല്ലം കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥവും ഇല്ല. ഒരു പക്ഷേ 10, 50 ഒക്കെ വർഷങ്ങൾ കൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ കാണും, മറ്റ് മതങ്ങളുടെ അല്ലെങ്കിൽ ഇസങ്ങളുടെ ഒക്കെ. എന്നാൽ അനേക രാജ്യങ്ങളിലിരുന്ന് 10-40ഓളം എഴുത്തുകാര് വിവിധ രാജ്യങ്ങളിലിരുന്ന്, നാട്ടിടയന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര്, സാധാരണക്കാര്, മുക്കുവര് എല്ലാരും ചേർന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എഴുതിയ ഈ പുസ്തകം തമ്മില്
ഈ ഗ്രന്ഥത്തിലെ വിവിധ കാര്യങ്ങൾ തമ്മിൽ അമാനുഷികമായ യോജിപ്പാണുള്ളത്. ഇത് നമ്മൾ വിമർശിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഗ്രന്ഥം ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? ഒരു മനുഷ്യന് എഴുതാൻ പറ്റുമോ? നമ്മൾ വെല്ലുവിളിയൊന്നുമല്ല, കാണിച്ച് ചോദിച്ചു വരണം. ഇങ്ങനെ ഒരു ഗ്രന്ഥം ഒരു മനുഷ്യന് എഴുതാൻ പറ്റുമോ? 3500 കൊല്ലം മുമ്പ് എഴുതി തുടങ്ങി ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ച 1600ഓളം വർഷങ്ങൾ ഉപയോഗിച്ച് ഒരു ഗ്രന്ഥം ആർക്കാണ് എഴുതാൻ പറ്റുക? വിവിധ രാജാക്കന്മാരും ഇങ്ങനെയുള്ള പ്രവാചകന്മാരും ഒക്കെ എഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത്, ഇന്ന് വേണമെങ്കിൽ പല സ്ഥലത്തിരുന്ന് ഒരു ഗ്രന്ഥം എഴുതാം, ഇന്ന് എഴുതാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മൾ ഗ്രന്ഥങ്ങൾ എഴുതാറുണ്ടല്ലോ, നമ്മളെ മാസികളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് തയ്യാറാക്കും. കാരണം ഇന്റർനെറ്റിന്റെ സൗകര്യത്തോടു കൂടി. അച്ചടി വിദ്യ പോലും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഒരിക്കലും തമ്മിൽ കാണാത്ത ആളുകള്, ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾ എഴുതി വെച്ച ഈ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ തമ്മിൽ ഒരു യോജിപ്പ് എന്ന് പറയുന്നത് അത് അമാനുഷികമാണ്. തെളിവും കൊടുക്കണം. തെളിവ് എന്താ? ഈ ഗ്രന്ഥത്തിൽ വൈരുദ്ധ്യമില്ല, തെറ്റുകളില്ല. അതെങ്ങനെ ചോദിച്ചാൽ തെറ്റുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മുടെ ബൈബിളില് അക്ഷരത്തെറ്റുണ്ട്, പകർത്തി എഴുതിയപ്പോ ഒക്കെ തെറ്റ് സംഭവിച്ചു കാണണം. ആശയപരമായി ഒരു തെറ്റും ഇതിൻ്റെ അകത്തില്ല. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. ഐഡിയോളജിക്കൽ ആയി, ആശയപരമായി യാതൊരു തെറ്റും ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കാനില്ല, വൈരുദ്ധ്യം ഇല്ല. അപ്പോ ചില ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിക്കുന്ന, ബൈബിൾ വായിക്കണം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയാൻ കാരണം, ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ബൈബിൾ വായിക്കുക ഏതാണ്ട് അസാധ്യമായി. കാരണം അത്രയധികം സോഷ്യൽ മീഡിയ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു. നേരമില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം പോവും. പിന്നെ ആകെ ഒരു മാർഗം നമ്മൾ ബൈബിൾ പഠിക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങളുടെ സംശയങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അതേ ഇനി മാർഗമുള്ള. അതിനാണ് നമ്മളീ പഠിക്കുന്നത്. നമ്മളെന്തിനാ പഠിക്കുന്നത്? വയസ്സുകാലത്ത് പലരും പഠിക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ. ബൈബിൾ കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കാൻ മനസ്സില്ലാത്ത നമ്മുടെ മക്കളോട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ്. അപ്പൊ അതിലേക്ക് ആഴമായി പ്രവേശിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ബൈബിളിലൊക്കെ ധാരാളം ഭാഗങ്ങളുണ്ട്. വൈരുദ്ധ്യമെന്ന് ഒറ്റ വായനയ്ക്ക് തോന്നുന്ന ഒത്തിരി ഭാഗങ്ങൾ ബൈബിളിലുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാനൊരു 101 എണ്ണം നെറ്റിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഒറ്റ വായനയ്ക്ക് വൈരുദ്ധ്യം എന്ന് തോന്നുന്ന, തെറ്റാണെന്ന് തോന്നുന്ന നൂറുകണക്കിന് ഭാഗങ്ങളുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അത് അങ്ങനെയല്ല, അത് തെറ്റല്ല, ആശയപരമായി തെറ്റില്ല. ഒരു എക്സാമ്പിൾ മാത്രം നമുക്കൊന്ന് നോക്കാം. ആളുകള് വൈരുദ്ധ്യം എന്ന് പറയും, ആര്? നിരീശ്വരവാദികൾ പറയും. ഒരു ബൈബിൾ എടുത്തിട്ട് ലൂക്കോസ് 23:47 ആദ്യം ഒന്ന് വായിച്ചേ. ബൈബിൾ എല്ലാവരും ഒന്ന് എടുത്ത് വായിക്കാൻ ഒന്ന് റെഡിയാകും. ലൂക്കോസ് 23:47 ആദ്യം എഴുതിയതിനു ശേഷം ഒരാൾ പെട്ടെന്ന് വായിച്ചേ. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. മതി. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന്, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ശതാധിപൻ, അതായത് ഒരു സൈന്യത്തിന്റെ ചെറിയൊരു മേധാവി പറഞ്ഞു, ഓ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അവിടെ നടന്ന സംഭവമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ലൂക്കോസ് എഴുതിയത് നീതിമാനാണെന്ന് എഴുതി. ഇനി മർക്കോസ് എന്താണ് ഈ ശതാധിപൻ പറഞ്ഞതിനെ കുറിച്ച് എഴുതിയെന്നൊന്ന് വായിച്ചേ. മർക്കോസ് 15:39. മർക്കോസ് 15:39. അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. മതി. അപ്പൊ നിങ്ങൾ രണ്ടും എഴുതിയല്ലോ. ലൂക്കോസിൽ എഴുതി പറഞ്ഞിരിക്കുന്നു ഈ ശതാധിപൻ പറഞ്ഞ കാര്യമാണ്. ശതാധിപൻ ഒരേ ആള് തന്നെ, ഒരേ നേതാവ് തന്നെ, അല്ല മാറി പോകുന്നൊന്നുമില്ല.
ലൂക്കോസ് പറയുന്നു ശതാധിപൻ പറഞ്ഞത് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഏത് മനുഷ്യൻ? യേശു ക്രിസ്തു നീതിമാനായിരുന്നു എന്നാണ് ശതാധിപൻ പറയുന്നത്. എന്നാൽ മർക്കോസ് എഴുതുമ്പോൾ പറയുന്നു ഈ മനുഷ്യൻ ദൈവപുത്രനാവുന്നു. ഈയോ, ഒരാൾ പറഞ്ഞു നീതിമാനാവുന്നെന്ന്. ആര്? ലൂക്കോസ് പറയുന്നു നീതിമാനായിരുന്നു എന്നാണ് ശതാധിപൻ പറഞ്ഞത്. മർക്കോസ് പറയുന്നു അല്ല, ഈ മനുഷ്യൻ ദൈവപുത്രനാകുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ബൈബിളിൽ വൈരുദ്ധ്യമുണ്ട്, കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് നിരീശ്വരവാദികൾക്ക് വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. എന്നാ എന്താ വാസ്തവം? വാസ്തവം എന്തായിരിക്കും? ശതാധിപനാണ് പറഞ്ഞത്. ശതാധിപൻ ഈ രണ്ട് കാര്യവും പറഞ്ഞതാണ്. ഏത് രണ്ട് കാര്യം? യേശു കർത്താവ് നീതിമാനായിരുന്നെന്നും ദൈവപുത്രനാണെന്നും ശതാധിപൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എടുത്തെഴുതിയവര് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മർക്കോസ് ഈ മനുഷ്യൻ ദൈവപുത്രനാണെന്ന കാര്യം, ശതാധിപൻ പറഞ്ഞ ദൈവപുത്രനാണെന്ന കാര്യം മാത്രമേ മർക്കോസ് പറഞ്ഞുള്ളൂ. ലൂക്കോസ് ആണെങ്കിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ കാര്യം മാത്രമേ എഴുതിയുള്ളൂ. നമ്മൾ ഒരു സംഭവം കണ്ട് ഒരാളെ വിശദീകരിക്കുമ്പോൾ പത്രക്കാരെഴുതുന്ന വായിച്ചു നോക്കിയാൽ അറിയാം. പല പത്രം പരിശോധിച്ചാൽ അറിയാം, പല പത്രത്തിലും ഒരു സംഭവം ഒരാൾ വിവരിക്കുന്നതിനെ കുറിച്ച് പല രീതിയിലാണ് പത്രക്കാർ രേഖപ്പെടുത്തുന്നത്. അത്രയേ ഉള്ളൂ. ഇതില് വൈരുദ്ധ്യമില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി അങ്ങനെ 101 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പഴയ നിയമത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ശലോമോന് 4000 കുതിര ലയങ്ങൾ ഉണ്ടായിരുന്നു. സമയമുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാം. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് 40,000 കുതിര ലയങ്ങൾ ഉണ്ടായിരുന്നു ശലോമോന്. ബൈബിളിൽ തന്നെ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നു 4000 കുതിര ലയങ്ങൾ, വേറൊരു ഭാഗത്ത് 40,000 കുതിര ലയങ്ങൾ, കുതിരയെ കെട്ടുന്ന ഷെഡ്. ഇത് തെറ്റാണ്. കണ്ടോ, ബൈബിളിൽ ഭയങ്കര തെറ്റ് കിടക്കുന്നു. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയത്. തെറ്റൊന്നും അല്ലത്. അതൊരു പക്ഷെ ഇങ്ങനെ ആയിരിക്കണം: 10 എണ്ണം വീതമുള്ള ഒരു ഷെഡ്, അതിനെക്കുറിച്ചായിരിക്കണം ഒരാൾ പറഞ്ഞത്. അപ്പൊ 40,000 എന്നുള്ളത് 4000 ആയി. അങ്ങനെയാണല്ലോ. അല്ലാതെ ഈ 40,000 ഒന്നിച്ച് ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് പണിയാൻ പറ്റത്തില്ലല്ലോ. 10 എണ്ണം വീതമുള്ള 4000 ഷെഡുകളായിരിക്കണം. അതുകൊണ്ടാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞ് 40,000 എന്ന് പറയാൻ കാരണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിലുണ്ട് എന്ന് കരുതി ബൈബിളിൽ തെറ്റില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരേ ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് അമാനുഷികമാണെന്നുള്ളതിന്റെ തെളിവ് ഒന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ തെളിവാണ് നമ്മൾ അല്പം വിശദമായി പഠിക്കേണ്ടത്. ഇത് ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഏത്? ബൈബിൾ. 2. ഏതിന്റെ 2ആണെന്നും കൂടെ ഓർത്തു വെക്കണം. റോമൻ നമ്പർ 4-ന്റെ 2ആണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഇത് ദൈവിക ഗ്രന്ഥമാണ്, ദൈവിക വെളിപ്പാടാണെന്നുള്ളതിന്റെ തെളിവ്. എന്താ തെളിവ്? ഇത് ഒരു പ്രവചന ഗ്രന്ഥമാണ്. അപ്പോ മറ്റുള്ളവരും പറയും ഞങ്ങളുടെ ഗ്രന്ഥത്തിലും പ്രവചനങ്ങളുണ്ട്. അത് പ്രവചനം ഉള്ളത് കൊണ്ട് ഇത് ദൈവികമാകണമെന്ന് ഉണ്ടോ? മറ്റു ഗ്രന്ഥങ്ങളിലും പ്രവചനങ്ങളില്ലേ? എന്നതിനെ കുറിച്ച് നമ്മുടെ മറുപടി: പ്രവചനം ഉള്ളത് കൊണ്ട് മാത്രം ബൈബിൾ ദൈവികമാകുമോ എന്നെന്താ നമ്മുടെ മറുപടി? പറഞ്ഞേ. പ്രവചനം എഴുതിക്കൊണ്ടാകത്തില്ല. അതിപ്പോ നോസ്ട്രഡാമോ അങ്ങനെ ഒത്തിരി പേര് പ്രവചനം എഴുതിയിട്ടുണ്ട്. അതുപോലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര കോലാഹലം നമ്മൾ കേൾക്കുന്നില്ലേ? നോസ്ട്രഡാമിന്റെ പ്രവചനം 2026 എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്നും പറഞ്ഞു. ലോകത്തിൽ ആർക്കും, ലോകത്തിന്റെ സംഭവഗതി വിശദമായി പഠിക്കുന്ന ആർക്കും കുറെ കാര്യങ്ങൾ എഴുതാം. ഇപ്പോ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന 2023 നമ്മുടെ ഇസ്രായേൽ കയറി അതിക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അപ്പൊ ആർക്കും പ്രവചിക്കാം ഇസ്രായേൽ തിരിച്ചടിക്കും, ഗാസ നിർജ്ജനമാകും. ബൈബിളൊരു പ്രവചനമുണ്ട്. അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പൊ സംഭവിച്ചത് എന്ന് ഒത്തിരി പേര് പറയാറുണ്ടല്ലോ. ഇപ്പൊ ഇതാ ഇറാനെ അമേരിക്ക സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യുദ്ധം ഉണ്ടായാൽ
ഗൾഫിലെ രാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകും, അതൊരു പ്രവചനമല്ല. അത് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അല്പം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാകും, അത് പ്രവചനമല്ല. അത് തത്വശാസ്ത്രം പഠിച്ച ആർക്കും അറിയാം. എന്നാൽ ലോകത്തിൽ എഴുതപ്പെട്ട ഏക പ്രവചന ഗ്രന്ഥം ബൈബിളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എഴുതപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പൂർത്തിയായി. സ്തോത്രം. അക്ഷരം പ്രതി പൂർത്തിയായെന്ന് മാത്രമല്ല, ആ കാര്യവും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഏത് കാര്യം? വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് അതേപോലെ എഴുതിയിട്ടുണ്ട്. ആ പ്രവചനം പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പൂർത്തിയായതും അതേപോലെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ എഴുതാൻ പറ്റുമോ? പറ്റും. അതാണ് ബൈബിൾ. വേറെ ഏത് ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുന്നേ? എങ്ങനെയാ ബൈബിളിൽ അങ്ങനെ എഴുതാൻ കഴിയുന്നത്? കാരണം 1506 അല്ലെങ്കിൽ 1600 കൊല്ലം കൊണ്ട് എഴുതിയതായതുകൊണ്ട് പ്രവചനവും എഴുതിയിട്ടുണ്ട്, പൂർത്തീകരണവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്, പൂർത്തീകരിക്കപ്പെട്ട പ്രവചനമാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു 3000-ഓളം പ്രവചനങ്ങളെങ്കിലും പൂർത്തീകരിക്കപ്പെട്ട പ്രവചനം ഉണ്ട് അത്ര ഇതിൻ്റെ അകത്ത്. 3000 പ്രവചനങ്ങളെ പൂർത്തീകരിക്കപ്പെട്ടത്. അതല്ല അപ്പൊ എനിക്കിവിടെ പറയാൻ പറ്റൂ? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ പ്രവാചകന്മാര് നമ്മുടെയൊക്കെ ഇടയിൽ ചിലരെങ്കിലും കാണും. ദൈവം അയച്ച പ്രവാചകന്മാര് കേട്ടോ. ഇന്ന് കാണുന്ന തരത്തിലുള്ള ചുമ്മാ പ്രവചനമായിട്ട് നടക്കുന്നവരല്ല. ദൈവം അയച്ച പ്രവാചകന്മാരുണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. അപ്പൊ ഈ പ്രവചനം എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നവരാണ്. വെറുതെ പറയുക മാത്രമല്ല, അവര് പറയുന്നത് അച്ചട്ടായിട്ട് സംഭവിക്കുക കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ അതെല്ലാം പ്രവാചകരാകുന്നുള്ളൂ. നമുക്കൊക്കെ പ്രവാചക ശുശ്രൂഷ ദൈവം തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ സ്നേഹത്തിന്റെ ശുശ്രൂഷയും പിന്നെ തിരുവചന പഠനത്തിന്റെ ശുശ്രൂഷയും എല്ലാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അപ്പം പണ്ടുണ്ടായിരുന്ന പ്രവാചകന്മാര് പ്രവചിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി പൂർത്തിയാവുകയും അത് ഈ പ്രവചന പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. പ്രവചനം എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള മുൻകൂട്ടി എഴുത്താണ്. അറിയാലോ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി എഴുതി വെക്കുന്നതാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പ്രീ റിട്ടൺ ഹിസ്റ്ററി. പ്രോഫസി എന്ന് പറഞ്ഞാൽ പ്രീ റിട്ടൺ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയെ നേരത്തെ എഴുതി വെക്കുക. ഹിസ്റ്ററി എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങളുടെ വിവരണമാണ്. പാസ്റ്റ് ഹാപ്പനിങ്സ് ആണ്, പാസ്റ്റ് ഇൻസിഡൻസ് ആണ് ഹിസ്റ്ററി, പാസ്റ്റ് ഇൻസിഡൻസ്. പ്രവചനമോ മുൻകൂട്ടി എഴുതി വെക്കുന്നതാണ്, മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ്. അങ്ങനെ എഴുതുവാൻ ദൈവത്തിന്റെ ആത്മാവുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഇപ്പോ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ബൈബിൾ വായിച്ച് നമുക്ക് പറയാം. അത് നമ്മൾ പ്രവാചകനായതുകൊണ്ടല്ല, പ്രവാചകന്മാർ എഴുതി വെച്ചതുകൊണ്ടാണ്. അർമഗദ്ദോനിൽ ഒരു മഹായുദ്ധം നടക്കും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ ഹർമഗദ്ദോനിൽ ഒരു മഹായുദ്ധം നടക്കും. അതിൽ കിഴക്കൂന്ന് മഹാസൈന്യങ്ങൾ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ മറ്റു സന്ദർഭത്തിൽ അത് പഠിക്കാം. കിഴക്കുന്ന് വരുന്ന രാജാക്കന്മാർ, ഇറാനും പാകിസ്ഥാനും ചൈനയും ഒക്കെ അടക്കുന്ന മഹാസൈന്യം അർമഗദ്ദോനിലോട്ട് നീങ്ങും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോ അത് ഞാൻ എൻ്റെ പ്രവചന ബുദ്ധിയിൽ പറയുന്നതല്ലത്, അത് ബൈബിളിലുള്ള കാര്യമാണ്. ബൈബിൾ എഴുതിയതാണ് പ്രവാചകന്മാർ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ബൈബിളിൽ ഇങ്ങനെ അക്ഷരികമായി ഉള്ള പ്രവചനങ്ങളും അതിന്റെ അത്ഭുതകരമായ പൂർത്തീകരണത്തിനും ചില എക്സാമ്പിൾ മാത്രം ഇനി കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഈ ക്ലാസ്സിലും വരുന്ന ക്ലാസ്സിലുമായിട്ട് നമുക്ക് പഠിക്കാം. അത് എഴുതി വെക്കണം. നമ്മുടെ കുഞ്ഞുങ്ങള് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന് പഠിക്കുന്നത്. ഓക്കെ, 1-2 എക്സാമ്പിളുകൾ മാത്രം നമുക്ക് നോക്കാം. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അങ്ങനെ പല പ്രവചനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏത്?
ഇതൊരു പ്രവചന ഗ്രന്ഥമാണെന്നുള്ളതിന്റെ എ എന്ന് എഴുതിക്കോ. 1ഉം 2ഉം പലതും ഇങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി 2ന്റെ എ. യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനനം എല്ലാവരും എടുത്ത് ആ ഭാഗം വായിച്ച്. യെശയ്യാവ് 7:14. നമുക്ക് കാണാതെ അറിയാലോ, എങ്കിലും ഒന്ന് വായിച്ച്, അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട് ഞാൻ അങ്ങ് പറയാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതാണ് അടിസ്ഥാനപരമായി ആ വാക്യം. 7:14. യെശയ്യാവ് 7:14. ഇത് എന്തിനാണ് പ്രവചന ഗ്രന്ഥമായിട്ട് പറയുന്നത്? കർത്താവ് ജനിക്കുന്നതിന് ഏതാണ്ട് 1600 വർഷങ്ങൾക്ക് മുമ്പ്, BC 7-ാം നൂറ്റാണ്ടിലാണ്. 1600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അദ്ദേഹം പ്രവാചകനാണ്. പക്ഷെ യഹൂദന്മാരുടെ പ്രവാചകനാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ് യഹൂദന്മാരുടെ ഏത്? യെശയ്യാവ്. അവർക്ക് യെശയ്യാ പ്രവാചക പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ നിയമം പോലെയാ, നമുക്ക് മത്തായിയുടെ സുവിശേഷം പോലെയാണ് യഹൂദന്മാർക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ഭക്തിപുരസരം അവർ കണക്കാക്കുന്നതാണ് യെശയ്യാ പ്രവചനം. ആ യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ 7:14. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് നമ്മൾ ഇന്നത്തെ യഹൂദന്മാർ ഇസ്രായേലിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചേ. കന്യക ഗർഭിണിയായി, അക്ഷരം പ്രതിപൂർത്തിയായി ഒരു മകനെ പ്രസവിച്ചു, അവൻ ഇസ്രായേലിന് അധിപതിയായി മാറി, അല്ലെങ്കിൽ മാറും. എന്നിട്ട് ഈ യഹൂദന്മാരത് വിശ്വസിക്കുന്നില്ല. അത്ഭുതമല്ലേ എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യഹൂദന്മാരുടെ പുസ്തകത്തിലില്ലാതെ അവരിങ്ങനെ മാറ്റം വരുത്തി, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ആ പ്രയോഗം മനസ്സിലാക്കുന്നത്. കന്യക എന്നതിന് പകരം അവര് യുവതി ഗർഭം ധരിച്ചു എന്നാണ് അവരുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. കന്യകയെന്ന് എഴുതത്തില്ല. കന്യക ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വിശ്വാസം ശരിയായെന്ന് അവർ വിശ്വസിക്കണം. ഏത്? കന്യാമറിയത്തിൽ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം, അവര് വിശ്വസിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് യുവതി സാധാരണ പോലൊരു സംഭവമാണ് യേശുവിന്റെ ജനനം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവര് കന്യകയ്ക്ക് പകരം യുവതി ഗർഭം ധരിച്ചു എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ അവരുടെ പുസ്തകത്തിലുള്ളത്. നമ്മളോ കന്യക എന്ന വാക്കിനെ അവിടെ കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം അൽമ എന്നാണ്. അൽമ എന്ന് ഹീബ്രു വാക്ക് കന്യകയെന്നും യുവതിയെന്നും പരിഭാഷപ്പെടുത്താവുന്നതാണെന്ന് പണ്ഡിതന്മാർ പറയും. കന്യകയെന്നും പറയാം, യുവതി എന്നും പറയാം. അതുകൊണ്ട് അവരെഴുതി വെച്ചു യുവതി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല അത്ഭുതം. യേശു ക്രിസ്തു ജനനത്തിന് മുമ്പ് 600 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് അക്ഷരം പ്രതിപൂർത്തിയായി. ആ കാര്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലെല്ലാം ഉണ്ടല്ലോ. 2ന്റെ ബി. മീഖ 5:2. മീഖ 5:2. അതൊന്ന് ഒരാളെടുത്ത് വായിച്ചേ, അപ്പോഴേ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. ഈ പ്രവചന ഗ്രന്ഥം ഈ പുസ്തകത്തിലല്ലാതെ, നമ്മുടെ ഈ ഗ്രന്ഥത്തിലല്ലാതെ ഇത്ര അത്ഭുതകരമായ ഒരു കാര്യം വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? മീഖ 5:2. കിട്ടിയില്ല? ഞാൻ വായിക്കാം, എല്ലാരും എടുക്ക്, എന്നിട്ടൊന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും. മീഖ 5:2. നീയോ ബേത്ലേഹേമേ എഫ്രാത്തേ, നീ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്? ഞാനും വായിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. എന്നിട്ട് നമ്മുടെ കൊച്ചുമക്കളോട് ഇതിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തുള്ളവർ എത്ര പേരുണ്ട്? ഇത് ഇത്ര അത്ഭുതകരമായ ഒരു സംഗതിയാണെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തവർ നമ്മളിൽ എത്ര പേരുണ്ട്? ഞാനടക്കം. സൺഡേ സ്കൂൾ പഠിക്കുന്ന, നമുക്ക് 4ലും 5ലും പഠിക്കുന്ന തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഒരു 5ാം ക്ലാസ് മുതൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, മകനെ ഈ അത്ഭുതം നീ കണ്ടോ? മോളെ ഈ അത്ഭുതം കണ്ടോ? എന്തോ അത്ഭുതം? അത്ഭുതം വായിച്ചു കേൾപ്പിക്കണം.
യേശു ജനിക്കുന്നതിന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചതാണ്. അവര് പറയും, നിരീശ്വരവാദികൾ എന്താ പറയുന്നത്, ഇതൊക്കെ യേശു ജനിച്ചതിന് ശേഷം തട്ടിക്കൂട്ടി എഴുതിയതാന്ന് പറയും. നിരീശ്വരവാദികൾ പറയും ഇതൊക്കെ യേശു ജനിച്ചതിന് ശേഷം എഴുതിയതാണ്. അപ്പൊ എന്താ നമ്മുടെ മറുപടി? അല്ല. അല്ല എന്നുള്ളതിന് എന്താ തെളിവ്? ഇത് യഹൂദന്മാരുടെ കയ്യിലുണ്ട് ഈ ഗ്രന്ഥം. ഏത് ഗ്രന്ഥം? ഈ മീഖായുടെ പ്രവചനം യഹൂദന്മാരുടെ കയ്യിലുണ്ട്. യഹൂദന്മാര് യേശുവിനെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരാ. യേശുവിനെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, അവർ യേശുവിനെ അംഗീകരിക്കാത്തവരാ, ദൈവമായിട്ട് അംഗീകരിക്കാത്തവരാ. ആ പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ, ആയിരക്കണക്കിന് പട്ടണങ്ങൾ ഉള്ളതില് ബത്ലഹേമേ നീ ചെറുതാണ്. ബത്ലഹേം എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമാണ്, ചെറിയ പട്ടണം. നമ്മുടെയൊക്കെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയില്ലേ അന്ന്. ഇന്ന് ഒരു നഗരമായി കാണും ബത്ലഹേം. ബത്ലഹേം എന്ന് പറയുന്നത് യെരുശലേമിന് അടുത്തുള്ള ഒരു കൊച്ചു പട്ടണമാണ് കേട്ടോ. യെരുശലേം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ബത്ലഹേം എന്ന് പറയുന്ന ഒരു ഗ്രാമം, അന്നൊരു ഗ്രാമമായിരുന്നു, ഇന്നൊരു പട്ടണമായി. അത് പറയാ, ഈ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ. നോക്കിയേ, യേശു ജനിക്കുമ്പോ ഒരു തച്ചനായ പാവം യോസഫിന്റെ വളർത്തുപുത്രനായി പാവപ്പെട്ട മറിയയുടെ മകനായി ജനിക്കുക. അവനെ കുറിച്ച് പറയാ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ, ലോകത്തിന് തന്നെ അധിപതിയായി കർത്താവായ യേശു ക്രിസ്തു. അവൻ ജനിച്ച പട്ടണത്തെ കുറിച്ച് പറയാ, ബത്ലഹേമേ നീ ചെറുതാ, പക്ഷെ നിന്നിലാണ് ഈ യേശു ജനിക്കാൻ പോകുന്നത്. എന്നാ പറഞ്ഞേ? യേശു ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ്. എന്നിട്ട് നിങ്ങളോടോ മക്കളോടോ ആരോടോ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇതുപോലെ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല. ആരെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയും അക്ഷരികമായി അതേ സ്ഥലത്ത് തന്നെ. ഇസ്രായേൽ എവിടെയെങ്കിലും ജനിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിൽ എവിടെയെങ്കിലും യേശു ജനിക്കും, മധ്യപൂർവേഷ്യയിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വേണമെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് മാറ്റി പറയാം. ഇത് കൃത്യം. ഇന്ത്യയിൽ തന്നെ 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. 6 ലക്ഷം ഗ്രാമങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ആ കൊച്ചു രാജ്യത്തിൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 ഗ്രാമങ്ങളാണ്. അതിലെ ഒരു ഗ്രാമമാണ് ബത്ലഹേം. എന്നിട്ട് ആ പേരെടുത്താ പറയുന്ന ഈ ഗ്രാമത്തിൽ ജനിക്കും. ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ യുക്തിവാദികൾ പറഞ്ഞേനായിരുന്നു ഇത് ചുമ്മാ ഒരു വെടി വെച്ചിട്ടതാ, ഇത് ഇങ്ങനെ ഇന്ന മഹാൻ ജനിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് യേശുവിനെ കുറിച്ചല്ല എന്ന് വരെ പറയുക അത്. പക്ഷെ യേശുവിനെ കുറിച്ച് ആണെന്നുള്ളതിന് തെളിവ് എന്താ നോക്കി, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവന്റെ ഉത്ഭവം എങ്ങനെയാ പണ്ടേ ഉള്ളതാകുന്നത്? ഏതെങ്കിലും ഒരു എന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാകുന്നില്ല ഒരിക്കലും. എനിക്ക് 67 വയസ്സായി. 67 കൊല്ലം മുമ്പാണ് ഞാൻ ജനിച്ചത്. എന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതല്ല. നമ്മളെ ദൈവം മുന്നേ കണ്ടതൊക്കെയായിരിക്കും, പക്ഷെ ഞാൻ ജനിച്ചിട്ടില്ല മുന്നേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഭവം മുന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവനെ കുറിച്ചായി പറയുന്നത്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം നമ്മൾ ബൈബിൾ അവരെ വേണ്ട പോലെ പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ? മാതാപിതാക്കൾ വലിയ ആത്മീയരായി നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അഭിമാനിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് ബൈബിൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ അതിശ്രേഷ്ഠനായ കർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനം ലോകത്തിൽ വേറെ ഇല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകണം. വേറെ എന്ത് സംഭവിച്ചാലും അവർ നമ്മൾ എത്ര വലിയ അത്ഭുതം പറഞ്ഞാലും അവർ പിടിച്ചു നിൽക്കത്തില്ല. ബൈബിളിലെ ഈ അത്ഭുതം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കണ്ടോ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്നുള്ളത്. ഓക്കെ, അപ്പം കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ 2 കാര്യങ്ങളാണ്. യെശയ്യാ 7:14 മീഖ 5:2, അല്ലേ? ഓക്കെ,
അത് എയിൽ തന്നെ എഴുതാം കേട്ടോ. എയിൽ തന്നെ 2ന്റെ എയിൽ ഈ 2 സംഭവം എഴുതാം. കാരണം കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ളതായതുകൊണ്ട്. ഇനി ബി, 2ന്റെ ബി, യെരുശലേം തകർച്ച. യെരുശലേമിന്റെ തകർച്ച അത്ഭുത പ്രവചനമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ളതും, അതുകൂടെ എഴുതിക്കോണം കേട്ടോ, ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ളതും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെയും കൂടെ എഴുതും. ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വാചകം അടിക്കുന്നു വരും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അതേ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏത് ചരിത്രത്തില്? സെക്കുലർ ചരിത്രത്തിൽ. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സെക്കുലർ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെരുശലേമിന്റെ തകർച്ചയെ കുറിച്ച് വായിച്ചേ. മത്തായി 24:2. മത്തായി 24:2 എല്ലാവർക്കും അറിയാലോ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകുന്ന ആര് പറയുന്നതാ? സാക്ഷാൽ ദൈവപുത്രൻ, കർത്താവ് തന്നെ പറയുകയാണ്. മത്തായി 24:2. കർത്താവ് അത് പറയുന്നത് ഏതു വർഷത്തിലായിരിക്കും? കർത്താവിന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ്, അതായത് AD. ഇപ്പൊ നമ്മളെ AD 2026 ആണല്ലോ. AD ഏതാണ്ട് 30-ൽ, AD 30-ലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. കൃത്യം വർഷമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. AD 30-ലാണ് കർത്താവ് ഇത് പറയുന്ന. ഏകദേശം നമുക്ക് എഴുതിയാൽ 31, 30 അങ്ങനെയൊക്കെ 1-2 വർഷം വ്യത്യാസം കാണും. AD 30-ൽ കർത്താവ് ഇത് പറയുന്നു. ഏതിനെ കുറിച്ച്? യെരുശലേം ദേവാലയത്തിന്റെ തകർച്ച. നിങ്ങൾക്കറിയാം, യെരുശലേം ദേവാലയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് 2ാം യെരുശലേം ദേവാലയമാണ് നിലവിലുള്ളത്. 1ാമത്തെ ദേവാലയം ഇടിച്ചു നിരത്തപ്പെട്ടു. പിന്നീട് പണിത 2ാമത്തെ ദേവാലയമാണ് കർത്താവിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നത്. ഹെരോദാവ് പുതുക്കി പണിത ദേവാലയം. ആ ദേവാലയം നശിക്കുന്ന കാര്യമാണ് യേശുക്രിസ്തു പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ആ ദേവാലയം അക്ഷരികമായി നിലവിലുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം യേശുക്രിസ്തു പ്രവചിച്ചു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുക. ഇനി അത് സംഭവിച്ചോ എന്നുള്ളത്? സംഭവിച്ചു. എന്ന് സംഭവിച്ചു? അതൊന്ന് എഴുതിക്കോ. AD 70-ൽ. AD 30-ലാണ് അത് പ്രവചിക്കുന്നത്. ആ പ്രവചനം AD 30-ൽ കർത്താവ് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ 30-ലോ 32-ലോ. ഒരു 40 കൊല്ലം കഴിഞ്ഞ് AD 70-ൽ ഇതേ വരുന്നു. റോമിലെ ചക്രവർത്തിയുടെ മകൻ, അന്ന് റോം ഭരിച്ചിരുന്ന വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകൻ ടൈറ്റസ് രാജകുമാരൻ, അല്ലെങ്കിൽ സൈന്യാധിപനായ ടൈറ്റസ്, യെരുശലേമിലേക്ക് വന്ന് യെരുശലേമിനെ പിടിച്ചടക്കി കൂട്ടക്കൊല നടത്തി. 10,000-കണക്കിന് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. യെരുശലേം ദേവാലയം ഇടിച്ചു നിരത്തി. ഈ ഇടിച്ചു നിരത്തുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ കേട്ടോ. അവിടെ പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. AD 70-ലാണ്. ടൈറ്റസ് ചക്രവർത്തിയാണ്. ടൈറ്റസ് ചക്രവർത്തി എന്നും പറയും, തെറ്റൊന്നുമില്ല. കാരണം വെസ്പേഷ്യന് ശേഷം പിന്നീട് പുള്ളി ചക്രവർത്തിയായി. അതുകൊണ്ടാണ് ടൈറ്റസ് ചക്രവർത്തി എന്നോ ടൈറ്റസ് സൈന്യാധിപൻ എന്നോ ഒക്കെ. രണ്ടും തെറ്റൊന്നുമല്ല കേട്ടോ. ഓക്കെ, ടൈറ്റസ് ആണ് തകർത്തത്. ഇടിച്ചു നിരത്തി എന്ന് പറയുമ്പോൾ ഇതിലൊരു ഭയങ്കര അസ്വാഭാവികതയുണ്ട്. നമ്മുടെയൊക്കെ പഴയ വീടുകൾ ഇടിച്ചു നിരത്താൻ ഒരു ചെറിയ JCB കൊണ്ടുവന്നൊന്നെങ്കിൽ തൊട്ടാൽ മതി, പൊളിഞ്ഞു വീഴും. ഇതങ്ങനെ തൊട്ടാ പൊളിഞ്ഞു വീഴുന്നതല്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ റൂമിന്റെ പകുതി വലിപ്പമുണ്ട്. ഓരോ കല്ലിനും 10-12 അടി നീളവും ഒരു മനുഷ്യന്റെ പൊക്കവുമുള്ള വലിയ കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചാണ് യെരുശലേമിന്റെ ഭിത്തികൾ, യെരുശലേം ദേവാലയത്തിന്റെ ഭിത്തി പണിതത്. അതുകൊണ്ട് JCB കൊണ്ട് തൊട്ടാലൊന്നും പൊളിയത്തില്ല. അന്ന് JCB ഒന്നുമില്ല. എന്നിട്ടും വലിയ മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് പടയാളികൾ വടങ്ങൾ ഉപയോഗിച്ചായിരിക്കണം ഈ കല്ല് ഓരോന്നും മാറ്റിയത്. ഒരു കല്ല് മാറ്റാൻ എന്ത് ബുദ്ധിമുട്ട് കാണും? ഓരോ കല്ലും ഇടിച്ചു മാറ്റിയവര്. ഒരു പക്ഷെ അതിൻ്റെ അകത്ത് എങ്ങാനും വല്ല സ്വർണ്ണമോ കാര്യമോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ അതിനുവേണ്ടി ആയിരിക്കണം ഒരു കല്ല് മാറ്റി അടുത്ത കല്ല് അവരെടുത്തത്. അതാ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. നമ്മുടെ പെര പൊളിച്ചു മാറ്റാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കല്ല് ഇളക്കിയാൽ മതി,
മറ്റൊക്കെ ഇങ്ങനെ ഓരോ കൊത്തു കുത്തി അങ്ങ് ഇളകിപ്പോയി. പടുകൂറ്റ് ഒരു റൂമിന്റെ പകുതി വലിപ്പമുള്ള കല്ല് പൊളിച്ചു മാറ്റിയെന്നായി പറയുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. അങ്ങനെ സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ ചരിത്രത്തിലെ പുസ്തകം ഒന്ന് നോക്കുക. വെറുതെ നെറ്റിലൊന്ന് അടിക്കുക, AD 70 യെരുശലേം നാശം, ടൈറ്റസ് എന്താ ചെയ്തതെന്ന് നെറ്റിൽ നോക്കിയാൽ മതി. അപ്പൊ കാണാം യെരുശലേം തകർത്തു, യെരുശലേം ദേവാലയം ടൈറ്റസ് തകർത്തു എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യമാണ്. അപ്പൊ ബൈബിളിൽ പറഞ്ഞത് ചരിത്രത്തിൽ സംഭവിച്ചു. അതാണ് അത്ഭുതം. അപ്പോ യെരുശലേം ദേവാലയത്തെ കുറിച്ച് പറഞ്ഞത് അക്ഷരം പ്രതി പൂർത്തിയായി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പഠന ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അല്ല ഞാൻ ഈ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായി പറയുന്നത്, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി. സൺഡേ സ്കൂളിൽ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ ഒരു അത്ഭുതം കണ്ടോ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹാ അത്ഭുതം നമ്മുടെ ബൈബിളിൽ പ്രവചനമായിട്ടുണ്ട്. എന്നിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഇതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനാണ് കൊച്ചുപിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ ഞാനിത് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത വിധത്തിൽ അത് ശേഖരിച്ചു വെക്കാൻ വേണ്ടിയാണ്. സർവ്വകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ വാക്യം തുടരാം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ഫെബ്രുവരി 14, അതായത് അടുത്ത ശനിയാഴ്ച കോതമംഗലത്ത് വെച്ച് ഒരു ഫാമിലി സെമിനാറിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. കോതമംഗലം, അപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. അടുത്ത ശനിയാഴ്ചയാണ്. ഞാൻ ആ സ്ഥലത്തിന്റെ ലൊക്കേഷനും നോട്ടീസും നമ്മുടെ ബീന സഹോദരിയുടെ ഫോണിലേക്ക് ഇട്ടേക്കാം. അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ അവിടെ അടുത്ത പ്രദേശത്ത് കോതമംഗലം പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെ മീറ്റിങ്ങിനെ പറഞ്ഞു വിടുക. ലൊക്കേഷനും അയച്ചു തരാം. ഞാൻ എഴുതിയ കുടുംബം എന്ന പുസ്തകം അവിടെ കൊണ്ടുവരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം. ഓക്കെ, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ബീന സഹോദരിയുടെ ഫോണിലേക്ക് ഇട്ടേക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും.